ദേ വെള്ളം കുടിക്ക. കുറച്ചും കൂടി വെള്ളം കുടിക്ക. വേണ്ട പോലെ അവിടുന്ന് ആ പുകയെല്ലാം കൂടെ വലിച്ചു കെട്ടിട്ട് ശ്വാസം മുട്ടുന്നു. എങ്കിലേ ഒരു കാര്യം ചെയ്യാം, പോകുന്ന വഴിക്ക് നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് കയറാം. അതൊന്നും വേണ്ട, വെറുതെ സമയം കളയല്ലേ. എത്രയും വേഗം പ്രണവിന്റെ അടുത്തെത്തണം. അവനെയും കൂട്ടി വീട്ടിലേക്ക് പോണം. ഈ പരുവത്തിൽ അമ്മയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മേ പറയുന്നത് കേൾക്കമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എങ്ങും പോണ്ട, നീ ഒന്നും മിണ്ടാതിരുന്നേ നിധി. അമ്മയും കൊണ്ട് ഇപ്പൊ അങ്ങോട്ട് ചെന്നാലേ അവിടെ എന്തൊക്കെ നടക്കുന്ന നമുക്ക് ഒരു ധാരണയില്ലാത്തതാ. നിന്റെ തന്നെ ആൾക്കാരല്ലേ അവിടെ കാവല് നിൽക്കുന്നത്. എന്റെ ആൾക്കാരാണെങ്കിലും ഇപ്പൊ അവന്മാര് ആരുടെ പക്ഷത്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, CKC കൂടുതൽ ആൾക്കാർ അവിടെ എത്തിച്ചു കാണും. അവിടെ വെച്ച് എന്തെങ്കിലും കശപശ ഉണ്ടായാൽ നമ്മൾ അമ്മയെ നോക്കോ അതോ പ്രണവിനെ രക്ഷിക്കാൻ നോക്കോ? അമ്മ പറയുന്നൊന്ന് മനസ്സിലാക്ക. നിധി മാഡത്തിന് പോലും അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എന്തിനും പോകുന്നവന്മാരാ അവിടെ നിൽക്കുന്നത്. ചിലപ്പോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. വയ്യാത്ത ഈ അവസ്ഥയില് വരണോ നമ്മ ഒന്നുകൂടി ആലോചിക്കാം. വേണമെങ്കിൽ ഞങ്ങൾ അമ്മയെ വഴിക്കൊരു ആശുപത്രിയിൽ ഇറക്കാം. അയ്യോ വേണ്ടാന്നേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ആശുപത്രി ചെന്ന് അവൻ അവിടെ പിടിച്ചു കിടത്തും. ഇതിപ്പോ റെസ്റ്റ് എടുത്താൽ മാറാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അമ്മേ എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ വഴിയിലിറങ്ങ്, എന്നിട്ട് ഒരു ഓട്ടോ എടുത്ത് നേരെ വീട്ടിലേക്ക് വെക്കോ. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുമ്പോഴേക്കും പ്രണവിനെയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം. അതൊന്നും വേണ്ട, ഞാനും കൂടെ വരാം. അമ്മേ പറയുന്നൊന്ന് കേക്ക്. അവിടെ നിൽക്കുന്നവന്മാരുടെ സ്വഭാവം അറിയാവുന്നോണ്ടാ ഞാൻ ഈ പറയുന്നത്. ഒരാളെ രക്ഷിക്കാൻ പോയിട്ട് അടുത്ത ആളും കൂടി അപകടത്തിൽ ചെന്ന് ചാടരുത്. അമ്മയെ കൂടി കൊണ്ടുപോയാ ചിലപ്പോ പ്രണവ് സാറിനെ രക്ഷിക്കാൻ പോലും പറ്റിയില്ലെന്ന് വന്നേക്കാം. അയ്യോ അമ്മേ പറയുന്നത് കേൾക്ക്. ദേ ഈ ജംഗ്ഷനിൽ ഓട്ടോ കിട്ടും, കാർ അങ്ങോട്ട് നിർത്തട്ടെ. ചേട്ടാ വണ്ടി ഒന്ന് അങ്ങോട്ട് ഒതുക്കി നിർത്തി. ശരി മേഡം. ഞാൻ പോണോണി മോളെ. പോണം, അതാ നല്ലത്. ദേ പ്രണവിനെ കിട്ടിയ നേരെ അവനെയും കൂട്ടി വീട്ടിലേക്കല്ലേ വരാൻ പോകുന്നത്. അമ്മ ഇറങ്ങ്. ശരി. അതെ ഓട്ടോയ്ക്ക് കൊടുക്കാൻ പൈസ ഇരിപ്പുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്, ഇറങ്ങട്ടെ. അമ്മേ നിങ്ങള് പോയിട്ട് വരാമേ. ഒന്ന് കുളിച്ച് റെഡി ആയിട്ടിരിക്ക. ചേട്ടാ വണ്ടി കിട്ടും. ശരി. ഭഗവാനെ, സർ എന്തായടോ, എന്താ കാര്യങ്ങൾ? തീ പൂർണ്ണമായും കെടുത്തിയിട്ടുണ്ട്, പുകയും കുറഞ്ഞിട്ടുണ്ട്. കിച്ചണിലല്ലാതെ വേറെ എങ്ങോട്ടും തീ പടർന്നില്ല അല്ലേ? തീ കിച്ചന്റെ അകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർ. അത് തൊട്ടടുത്ത റെക്കോർഡ്സ് റൂം ആയിരുന്നു. ഭാഗ്യത്തിന് അവിടെയൊന്നും സംഭവിച്ചില്ല. സാറേ ഇത് ഗ്യാസ് ഊറ്റി ഒന്നും പൊട്ടിത്തെറിച്ചൊന്നുമല്ല. ആരോ മനഃപൂർവ്വം തീ വെച്ചതാ. തീ വെച്ചെന്നോ? എന്തിന്? ഞാൻ പോയി നോക്കുമ്പോ സാറിന്റെ ക്യാമ്പിലെ പുതിയ അലമാരൊക്കെ തുറന്നു കിടക്കുന്നു. എന്താ എന്താ പറഞ്ഞ? ആ അലമാര തുറന്നു കിടക്കുന്നു? അയ്യോ,
ഇത് മുഴുവൻ ചെയ്തത് നിധിയ. നീ ഒറ്റൊരുത്തിയാണ്. പവിത്രനെ രക്ഷിച്ചത് നിധിയ. ഇപ്പൊ അവൻ കസ്റ്റഡിയിലുള്ള സ്ഥിതിക്ക് ഉറപ്പായിട്ടും പ്രണവ് എവിടെയുണ്ടെന്ന് നിധിയോട് പറഞ്ഞു കൊടുക്കും. ഉറപ്പായിട്ടും പവിത്രനെയും കൊണ്ട് നിധി പോകുന്നത് പ്രണവിന്റെ അടുത്തേക്കായിരിക്കും. നോ, നെവർ. പ്രണവിനെ ഒരിക്കലും അവൾക്ക് കിട്ടാൻ പാടില്ല. ഇപ്പൊ തന്നെ പ്രണവിനോടൊന്ന് മാറ്റണം. എവിടെ പോയി കിടക്കാടാ നീ? ഒന്ന് ഫോൺ എടുക്ക. ഇവനൊക്കെ ഇത് എവിടെ പോയി കിടക്കാം? സ്റ്റൂപ്പിഡ്. റിങ്ങുള്ള ഫോൺ എടുക്കുകയില്ല, അടുത്ത ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും ചെയ്യും. ഛേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയും വൈകിച്ച നിധിയും പവിത്രനും കൂടി പ്രണവിനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടു പോകും. ഞാൻ തന്നെ നേരിട്ട് പോകുന്ന നല്ലത്. പ്രണവിനെ താമസിപ്പിച്ചിരിക്കുന്നിടത്തേക്ക് CKC പോകുന്നുണ്ടെന്ന് എത്ര വേഗം നിധി അറിയിക്കണം.